വാഹനങ്ങളുടെ പൈപ്പുകളും മെറ്റൽ ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിക്കുന്നു, എഞ്ചിൻ തകരാറിലാകുന്നു. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്തിടെ നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ന് പമ്പുകളിൽ ലഭിക്കുന്ന E20 പെട്രോളാണ്. പലർക്കും E20 പെട്രോൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകും. പലരും തങ്ങളുടെ വാഹനങ്ങളിൽ ഇപ്പോൾ ശുദ്ധമായ പെട്രോൾ അല്ല നിറയ്ക്കുന്നത് എന്നുപോലും ചിന്തിക്കാതെയാകും E20 നിറച്ചുകൊണ്ടു പോകുന്നത്. 20% എഥനോളും 80% പെട്രോളും അടങ്ങിയതാണ് E20 ഇന്ധനം. നിലവിൽ ഇന്ത്യയിലെ എല്ലാ പമ്പുകളിലും E20 പെട്രോളാണ്. അതായത് ശുദ്ധമായ പെട്രോളിന് നൽകുന്ന അതേ വിലയിൽ എഥനോൾ കലർന്ന പെട്രോൾ വാഹനങ്ങളിൽ നിറച്ചു നൽകുകയാണ്. എന്തു പറഞ്ഞാണ് E20 കൊണ്ടുവരുന്നത്? എന്താണ് അതിന്റെ ദോഷഫലങ്ങൾ? തിടുക്കത്തിൽ പദ്ധതി നടപ്പാക്കിയത് ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാറ്റത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ടവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. 2030ഓടെ E20 കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇത് കൊണ്ടുവരാനുള്ള പണികൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. 2001 പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ എഥനോൾ കലർന്ന പെട്രോൾ ഇന്ത്യയിൽ വിപണനം തുടങ്ങിയതു മുതൽ 2023 ഏപ്രിലിൽ രാജ്യത്തെ ഓട്ടോമൊബൈൽ കമ്പനികൾ E20 പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന നിർമ്മാണ രീതിയിലേക്ക് എത്തിയത് വരെ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തിയതിന്റെ ഭാഗമാണിത്. E20 ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ വാഹനങ്ങളുടെ മൈലേജ് കുറയും. 5 മുതൽ 7% വരെ മൈലേജ് കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന്, വാഹനങ്ങളിലെ കാർബറേറ്റുകളെ എഥനോൾ പെട്ടെന്ന് തകരാറിലാക്കും. കാർബറേറ്റിനുള്ളിൽ പൊടി പോലൊരു വസ്തു അടിയുകയും വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റാതെയും വരുന്നു. മാത്രമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ പെട്ടെന്ന് നിൽക്കാനും കാരണമാകും. കരിമ്പ്, ചോളം, അരി തുടങ്ങിയ ഭക്ഷ്യവിളകളാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനു പിന്നിൽ മറ്റൊരു താല്പര്യമുണ്ട്. അദാനി ഉൾപ്പെടെയുള്ള കുത്തക മുതലാളിമാർ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതും പെട്രോളിലെ എഥനോൾ കലർത്തലുമായി കൂട്ടി വായിക്കുമ്പോഴാണ് രാജ്യത്തെ കർഷകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വിവരം മനസ്സിലാകുന്നത്. തന്റെ കുടുംബത്തിന് പഞ്ചസാര നിർമ്മാണശാലകൾ ഉണ്ടെന്ന കാര്യം ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും സമ്മതിച്ചിട്ടുണ്ട്. E20യിൽ നിന്ന് ഇത്തരത്തിൽ പലർക്കും സാമ്പത്തിക ലാഭം ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത് ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനാവുമെന്നുമാണ് കേന്ദ്രം E20ക്കായി പറയുന്ന വാദം. അതായത് ഇറക്കുമതിയിൽ സർക്കാർ ലാഭം കണ്ടെത്തുമ്പോൾ ഉപഭോക്താവിന് വാഹനങ്ങൾ തകരാറിലാവുകയും ഒപ്പം പെട്രോളിന് ഉയർന്ന വില നൽകേണ്ടി വരികയും ചെയ്യുന്നു. പിന്നെ ഇത് ഇത്ര തിടുക്കപ്പെട്ട് നടപ്പാക്കിയതിൽ അമേരിക്കയുടെ താല്പര്യവുമുണ്ട്. ഇന്ത്യയുടെ എഥനോൾ കലർപ്പ് പദ്ധതി ആദ്യം സ്വാഗതം ചെയ്തത് അമേരിക്കയാണ്. ഇപ്പോൾ തന്നെ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഏറ്റവും അധികം എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ പുതിയ വിപണികൾ കണ്ടെത്തുക എന്നത് അമേരിക്കൻ ലോബിയുടെ പ്രധാന ലക്ഷ്യവുമാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലും 2030ഓടെ പെട്രോളിൽ എഥനോളിന്റെ അളവ് 30% ഉയർത്താനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ രാജ്യത്തെ ചില പമ്പുകളിൽ E85 അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും രാജ്യത്തെ കർഷകരും വാഹന ഉടമകളും ഉയർത്തിയ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നില്ല.